മൂന്നാമത് ഒരു ഉഭയസമ്മതമാണ്. വിവാഹം കടപ്പാടുകൾ ഏറ്റെടുക്കുന്നതാണ്. വിവാഹം കടപ്പാടുകൾ ഏറ്റെടുക്കണം. 1 Corinthians 3:7 വാക്യത്തിൽ ഭാര്യയുടെ ശരീരത്തിന്റെ മേൽ അവർക്കല്ല പ്രധാനത്തിന് അധികാരമുള്ളത്. പരസ്പരം കടപ്പാടുകൾ കൈമാറുന്നതാണ്. എന്തെല്ലാം കൈമാറുകൾ? 1, സാമ്പത്തിക സമർപ്പണം ഉണ്ടായിരിക്കണം. അമേരിക്കയിലെ രീതി അനുസരിച്ച്, ഇംഗ്ലണ്ടിലെ രീതി അനുസരിച്ച് എന്റെ അറിവ് ശരിയാണെങ്കിൽ 50-50 എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് അറിയാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആരുടെയും പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കത്തില്ല. ചീനയ്ക്ക് ഇപ്പോൾ അത് അറിയത്തില്ലെങ്കിൽ കുറച്ച് ചെല്ലുമ്പോൾ അവിടെ മനസ്സിലാവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അമേരിക്കയിൽ വളരൂ, നന്നായി വളരും. പക്ഷെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പരസ്പരം അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. പേഴ്സ് 2, 3, 4 ആയിക്കൊള്ളട്ടെ, പക്ഷെ അച്ഛന് എത്ര വരുമാനമുണ്ട്, ചീനയ്ക്ക് എത്ര വരുമാനമുണ്ട്, നേഴ്സാണല്ലോ, അവിടെ ചെന്ന് ആറുകളൊക്കെ പാസ്സായി കഴിയുമ്പോൾ ശമ്പളം കാശ് കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ പരസ്പരം നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള അറിവുകൾ അറിയുന്നതാണ് നല്ലത്. ഞാൻ അമേരിക്കയിൽ ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കുന്ന അവസരത്തിൽ ഒരു സംഗതി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഒരു പ്രവാചകനാണോ എന്ന് ചോദിച്ചു. ഞാൻ എന്തെങ്കിലും ആലോചിച്ചാൽ എനിക്ക് പ്രവചനം ഉണ്ടല്ലോ. ഞാനിങ്ങനെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനോട് ചോദിച്ചു, എന്ത് വാച്ചാ കാര്യം ഇങ്ങനെ എന്നോട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത് പറഞ്ഞല്ലേ. കാരണം എന്റെ പാസ്റ്ററെ ഇന്ന് പറഞ്ഞ ആ കാര്യത്തിൽ ഇവർ രണ്ടുപേരും കൂടെ തല്ലുപിരിഞ്ഞിരിക്കുകയായിരുന്നു. കാരണം പേഴ്സ സാമ്പത്തിക സമർപ്പണം ഉണ്ടായിരിക്കണം. അമേരിക്കക്കാരുടെ പല കുടുംബങ്ങളും വ്യക്തമായിട്ട് ഞാൻ തുറന്നു പറയാം, എല്ലാമാണെന്നല്ല, ജനറലൈസ് ചെയ്യുന്നില്ല. ഇവിടെയും ഈ പ്രശ്നം അമേരിക്കയിലല്ല. ഇവിടെ അച്ഛൻ എന്തോ ചെയ്തെന്ന് അറിയത്തില്ല. അച്ഛൻ എത്ര ഇവിടെ ഈ അടുത്ത സമയത്ത് ഒരു അച്ഛായി കൊണ്ട് 30 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടു. അമ്മാമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. അച്ഛായി മരിച്ചു പോയി. ബാങ്കിൽ ചെന്നവരെ പൈസ കിട്ടത്തില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ആ സാമ്പത്തികമായിട്ടുള്ള സമർപ്പണം ഉണ്ടായിരിക്കണം. രണ്ടാമത് ശാരീരികമായ സമർപ്പണം ഉണ്ടായിരിക്കണം. ശാരീരികമായ സമർപ്പണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങൾ സ്ത്രീ പുരുഷനുണ്ട്. അതെല്ലാ പ്രായത്തിലും ഒരുപോലെയല്ല. സ്ത്രീക്ക് കുറവ്, പുരുഷനത് കൂടുതലുമാണ്. അതാണ് ശാരീരിക ശാസ്ത്രം അനുസരിച്ച് നല്ലത്. അത് നല്ലത്. ആ ധാരണയിൽ പരസ്പരമായിട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ ഒരു മൾട്ടി നാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഒരു സഹോദരിയെ വിവാഹം ചെയ്തു. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അദ്ദേഹം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് വരെ ജോലി ചെയ്യും. മൾട്ടി നാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചാർജ് ഏത് കമ്പനിയാണ്? പണം, നിങ്ങൾക്ക് പണം തരും, കഴിക്കാൻ തരും, പക്ഷെ ഊറ്റിക്കളയും. പക്ഷേ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് വരുന്ന ആ സഹോദരൻ ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുവാൻ, ഭാര്യയെ തലോടുവാൻ, ഭാര്യയെ ആശ്രയിക്കുവാനൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ ഭാര്യ അനുവദിക്കുകയില്ല. എന്നാൽ തിരക്കി വിവരങ്ങൾ തിരക്കി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഭാര്യയിൽ നിന്ന്, ഭാര്യയുടെ അമ്മയിൽ നിന്ന് ഒരു കാര്യം ആ പെൺകുട്ടി പഠിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഉച്ച കഴിഞ്ഞ് അത് പിന്നീട് പിറ്റേ ദിവസം വരുന്നത് സൺഡേയാണ്, ഞായറാഴ്ചയാണ്, പവിത്രമായ ദിവസമാണ്. അതുകൊണ്ട് ശാരീരിക ബന്ധങ്ങളോ സ്ത്രീ പുരുഷ ബന്ധങ്ങളോ തൊട്ടലോ തലോടലോ ഒന്നും പാടില്ല എന്നാണ് ആ പെൺകുട്ടി പഠിച്ചു വെച്ചിട്ടുള്ളത്. അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ പോയി തുറന്നു. ഞാൻ അവിടെ കണ്ടു. ഞാൻ എന്തിനായി പറഞ്ഞതെന്ന് ചോദിച്ചാൽ അപകടങ്ങൾ വരാം. തെറ്റായ ധാരണ, തെറ്റായ ലൈംഗിക ചിന്തകൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അമേരിക്കയിലെ യൂട്യൂബിലൂടെ, നെറ്റിലൂടെ, മറ്റ് വൃത്തികെട്ട പദങ്ങളിലൂടെ വിവാഹത്തിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുന്നവരുണ്ട്. അപകടമാണ്. തകർന്നു പോയിട്ടുള്ള, അതുപോലെ ചെയ്യണം, അതുപോലെ ആവശ്യപ്പെടുന്നവരുണ്ട്. അങ്ങനെ തകർന്നു പോയ കുടുംബങ്ങളെ എനിക്കറിയാം. ഞാൻ പറയട്ടെ, ശാരീരിക ബന്ധമുണ്ടായിരിക്കണം. ശാരീരികമായിട്ടുള്ള സമർപ്പണമുണ്ട്. അപ്പോൾ സാമ്പത്തിക സമർപ്പണം, 2 ശാരീരിക സമർപ്പണം, 3 നിങ്ങൾക്ക് ആത്മീയമായ സമർപ്പണം ഉണ്ടായിരിക്കണം. ചില കുടുംബങ്ങളിൽ 2 പേരും പ്രാർത്ഥനയ്ക്കാം. ഭർത്താവ് പ്രാർത്ഥിക്കും, ഭാര്യ പ്രാർത്ഥിക്കും. 2 പേരും ഭയങ്കര 20 ദിവസം ഉപവസിക്കും, 40 ദിവസം ഉപവസിക്കും. പക്ഷെ 2 പേരുടെ പ്രാർത്ഥിക്കത്തില്ല. ജസ്റ്റ് ചെയ്യരുത്. 2 പേരുടെ പ്രാർത്ഥിക്കണം, 2 പേരുടെ ചർച്ചയിൽ പോകണം, 2 പേരുടെ പങ്കിടണം. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക. സമർപ്പണം ഉണ്ടായിരിക്കണം. ഇനിയും ഭാര്യ ഭർത്താവിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഭാര്യ ഭർത്താവിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു? നമ്പർ 1, ജസ്റ്റിൽ നിന്ന് ചീന എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും 60, 50, 40, 30 വയസ്സായിക്കൊള്ളട്ടെ, എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? 1, ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നു. നമുക്ക് വ്യത്യാസം കുഴപ്പമൊന്നുമില്ല. സ്നേഹം അത് 3 വർഷം ഉണ്ടായിരിക്കില്ല. ചില ആളുകൾ ആദ്യം ഒരു കപ്പിനെ കുടിക്കും, ഒരു ഗ്ലാസ് കുടിക്കത്തുള്ളൂ, ഒന്നിച്ചേക്ക് കൊള്ളത്തുള്ളൂ. 2 മാസം ഇത് നടക്കത്തില്ല.
പിന്നെ നിനക്ക് വേണ്ട ഞാൻ വേണ്ട ഞാൻ തിന്നും. അങ്ങനല്ല, നിങ്ങൾ കഴിക്കേണ്ടത് നിങ്ങൾ ആദ്യമേ പക്വമായിട്ട് തുടങ്ങണം. ഞാൻ പറഞ്ഞത് സ്നേഹം, ചീന പ്രതീക്ഷിക്കുന്നത് സ്നേഹം. പെൺകുട്ടികൾ അറിയാമല്ലോ, പെപ്പറിന്റെ വഴി അറിയാമല്ലോ, ഈ കുരുമുളക്, പെൺകുട്ടികൾ കുരുമുളക് വള്ളി പോലെ അവർക്ക് എവിടെയെങ്കിലും വളർന്ന് ചുറ്റിക്കിടക്കണം. മനസ്സിലായി? അത് വല്യമ്മയായാലും കൊള്ളാം, മുത്തശ്ശിയായാലും കൊള്ളാം, 5 വയസ്സുള്ള കൊച്ചായാലും കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റിനെ ചീന പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണ്. അമേരിക്കൻ സായിപ്പുമാർക്കും മരന്മാർക്കും ഒത്തിരി സ്നേഹമുണ്ട്. എന്താ വേണമെങ്കിലും ഇതല്ല ഹൃദയത്തിലുള്ള സ്നേഹം. എന്താണ് ചീന പ്രതീക്ഷിക്കുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന ഒരു പരിഗണന, എന്നെ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് എന്റെ ഭർത്താവ്. രണ്ടാമത് ശ്രദ്ധിക്കുന്നത് റെസ്പെക്ട്, ഭാര്യയെ ബഹുമാനിക്കണം. അമേരിക്കയിൽ ആവശ്യം പോലുണ്ട്. മലയാളത്തിൽ ഇവിടെ നമ്മൾ ഭാര്യയെ റെസ്പെക്ട് ചെയ്യണം. പിന്നെ ഞാനൊരു പെൺകൊത്തലാണ്, ആളുകൾ പറയും റെസ്പെക്ട്, ഭാര്യയെ റെസ്പെക്ട് ചെയ്യാൻ പോലും അല്ല. സഹോദരന്മാരോട് ഞാൻ പറയാം, അച്ചായന്മാരോട് പറയുക, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. ആവശ്യമില്ലാത്തതൊന്നും നിങ്ങൾ വിളിക്കരുത്, മൂലയിൽ വിളിക്കരുത്, കാളിൽ വിളിക്കരുത്, മറ്റു കാര്യങ്ങളൊന്നും വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ എപ്പോഴും മോളെ 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 വിളിക്കരുത്. ഞാനൊരു വീട്ടിൽ ചെന്നവിടെ മോളെ മോളെ എന്ന് വിളിക്കുന്നപ്പോൾ ഞാൻ വീട്ടിൽ ആരായി മോളെ 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 എന്ന് വിളിച്ചോടനെ മോള് നാട്ടിൽ വരും. അതും അപകടം. പരസ്യമായിട്ടൊക്കെ ഇതൊക്കെ പരസ്യമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരിക്കണം. ജസ്റ്റ് ചീനയെ സ്നേഹിക്കണം, പരിഗണിക്കണം, ബഹുമാനിക്കണം. ഇനി 1 way അല്ലല്ലോ, ഇത് 2 way. ഇനി ചീന ഭർത്താവ് ഭാര്യയിൽ നിന്നുള്ള പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജസ്റ്റ് ഇതിലേക്ക് കയറിയിട്ടുള്ളത്. വിവാഹ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കസ് വേദി പോലാണ്. കയറിയിട്ടില്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും അകത്തൊന്ന് കയറണമെന്നും കയറിയവർക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി പോകണമെന്നും എന്താ പറയുന്നത് സരസമായിട്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളാരും അങ്ങനെയുള്ളവരല്ല, എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇറങ്ങി പോകണമെന്ന്. ഈ ഭർത്താവിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഭാര്യയിൽ നിന്ന് ഭാര്യ ചീന കീഴടങ്ങിയിരിക്കണം. മെനിക്ക് ലിബറേഷനാണ്. ഭാര്യ കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ പറയുന്നതല്ല. കീഴടങ്ങിയിരിക്കണം, ബഹുമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ കീഴടങ്ങിയിരിക്കണം. രണ്ടാമത് റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. ജസ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കണം. എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒത്തിരി കാര്യം ഇനിയുണ്ട് പറയാം, പക്ഷെ പറഞ്ഞ ഇനി എപ്പോഴെങ്കിലും വേറെ പറയാം ബാക്കി. ഇനി എന്താണ് വിവാഹ ജീവിതത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ ശ്രദ്ധിക്കണം, ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് വിവാഹ ജീവിതത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം ഇപ്പോഴത്തെ ഘട്ടമാണ്. ഇപ്പൊ നിങ്ങൾ വിവാഹ വേദിയിലേക്ക് പ്രവേശിച്ചു, നല്ല പൂവ്, നല്ല ഭക്ഷണം, നിങ്ങൾ പോകുന്നു, പേരൻസൊക്കെ കുറച്ച് കാശൊക്കെ കൈത്തരും. ഇത് കഴിഞ്ഞ് 1-2 വർഷം ലാക്ക് ഓഫ് റെസ്പെക്ട് ഈച്ച്, പരസ്പരം ബഹുമാനിക്കാതിരിക്കാൻ നിങ്ങളുടെ കുടുംബം തകർന്നു പോകും. രണ്ടാമത് നിങ്ങൾ ജസ്റ്റ് ചീനയെ മറ്റൊരാളോട് താരതമ്യപ്പെടുത്ത് നിന്നേക്കാൾ അവളായിരുന്നു നല്ലതെന്ന് മനസ്സിലെങ്കിലും ചിന്തിച്ചാൽ, പറയണ്ട, മനസ്സിലെങ്കിലും ചിന്തിച്ചാൽ മോനെ ജീവിതം പരാജയപ്പെട്ടു പോകും. ചീന ഞാൻ വ്യക്തമായി പറയാം, നിനക്ക് ദൈവം നൽകിയിരിക്കുന്നത് ജസ്റ്റിനെയാണ്. നിന്റെ ജീവിതത്തിൽ എന്റെ കൂടെ പഠിച്ചു ഇന്നാലായിരുന്നു ഇതിനേക്കാൾ നല്ലതെന്ന് ഏതെങ്കിലും ഘട്ടങ്ങളിൽ നിന്റെ ഹൃദയത്തിൽ തോന്നിയാൽ നിന്റെ ജീവിതം പരാജയത്തിന്റെ പടകുകളിലേക്ക് പോകും. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസെക്യൂരിറ്റി. നിങ്ങൾക്ക് പരസ്പരം ഒരു ഇൻസെക്യൂരിറ്റി. എന്റെ ഭാര്യ എനിക്കൊരു ആശ്വാസമല്ല, എന്റെ ഭാര്യ എനിക്കൊരു തണലല്ല, എന്റെ ഭാര്യ എനിക്കൊരു പ്രോത്സാഹനമല്ല എന്ന് ജസ്റ്റിന് എപ്പോഴെങ്കിലും തോന്നിയാൽ ജസ്റ്റിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മൂന്നാമത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ. ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ പരസ്പരം സംസാരിക്കണം. ഡൽഹിയിൽ ഞാനായിരുന്ന അവസരത്തിൽ ഒരു കുടുംബം വഴക്കുണ്ടായി. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പരസ്പരം ഭാര്യയോട് പറയത്തില്ല കാര്യങ്ങൾ. റേഷൻ വേണ്ട വാങ്ങിക്കേണ്ടതിന് 10 കിലോ ഗോതമ്പ്, അരി, മീന് ഒക്കെ എഴുതി വെക്കും. പക്ഷേ വേറെ ഒന്നും അവർ തമ്മിൽ സംസാരിക്കത്തില്ല. ഒടുവിലാണ് അവരുടെ കാര്യം മനസ്സിൽ. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. തുറന്ന് സംസാരിക്കണം. മൂന്നാമത് നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ പലപ്പോഴും നിർബന്ധ ബുദ്ധി രണ്ടുപേർക്കും പാടില്ല. ഇവിടെ കേട്ടിരിക്കുന്ന പലർക്കും നിർബന്ധ ബുദ്ധിയുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മാറത്തില്ല. ഫ്ലെക്സിബിൾ ആണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ജയിക്കുവാൻ കഴിയത്തില്ല, വിജയിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഞാൻ പറഞ്ഞ അവസാനം ഫ്ലെക്സിബിൾ ആയിരിക്കണം. പറഞ്ഞു പോയ കാര്യങ്ങൾ
എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇന്ന് 2-3 നിലയിലുള്ള കുടുംബങ്ങളുണ്ട്. ഒന്ന് ഫാമിലി, ഒന്ന് ക്രൈസ്റ്റ് സെന്റേർഡ് ഫാമിലി. നിങ്ങളുടെ കുടുംബം ക്രിസ്തുവായിരിക്കണം, കേന്ദ്രത്തിലുണ്ടായിരിക്കണം. 2 മണി സെന്റേർഡ് ഫാമിലി. ആളുകൾ നോക്കുന്നത് പണമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നാണ്. ജസ്റ്റിൻ ടീന, പണം രണ്ടാമതേ ഉള്ളൂ, ദൈവം ഒന്നാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, വിവാഹം കഴിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, നിങ്ങളോട് പറയാം, മണി സെന്റേർഡ് ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ കുടുംബം തകരും. നിങ്ങളുടെ കുടുംബം ക്രൈസ്റ്റ് സെന്റേർഡ് ഫാമിലി ആയിരിക്കണം. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. എന്തുകൊണ്ട്? നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതാണ്. ജോലി ചെയ്യണം, പണം ഉണ്ടാക്കണം, ദൈവത്തിന് കൊടുക്കണം. പക്ഷേ ദ്രവ്യാഗ്രഹത്തിൽ എനിക്ക് കിട്ടണം, എനിക്ക് ഭാര്യ പോലും വേണ്ട, ആ നിലയിൽ വരാൻ പാടില്ല. 2 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബംഗളൂർ ഒരു പക്ഷേ കാണത്തില്ല, ഒരു വലിയ കാറുകൾ കാണത്തില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് എനിക്കുള്ളത് ഇത്രയാണ്. എനിക്ക് മണിക്കൂറിൽ $20 കിട്ടുന്നു, എനിക്ക് $15 കിട്ടുന്നു. ആ $15-35 കൊണ്ട് എന്റെ കുടുംബത്തിന് സംതൃപ്തിയോടെ കഴിയുവാൻ കഴിയും. അത് കൈവച്ച് സ്തോത്രം ചെയ്ത് നിങ്ങൾ ജീവിക്കണം. എന്തുകൊണ്ട്? ദൈവം നിങ്ങൾക്കൊരു പ്രാവശ്യം തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയില്ല. അതാണ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദത്തം. ഈ 2 പ്രിയപ്പെട്ട ചീനായി, ഞങ്ങളുടെ മകൾ ചീനായി എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ്. ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ സാമച്ചയും സഹോദരി ഗ്ലോറിയയുടെയും മൂത്ത മകളാണ് ചീന. നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവരുടെ ആത്മീയ ജീവിതം വളരെ മാതൃകയോടും വളരെ ഭക്തിയോടും വളരെയധികം ആത്മീയ പാരമ്പര്യവുമുള്ള ഒരു കുടുംബമാണ് സാമിന്റെ കുടുംബം. ആ കുടുംബം അങ്ങനെ നിലനിൽക്കുവാൻ തക്കവണ്ണം സഹായിക്കട്ടെ. ജസ്റ്റിന്റെ കുടുംബവും അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ ഇരുവരെയും കർത്താവ് കൂട്ടി യോജിപ്പിക്കുമ്പോൾ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേദപുസ്തക പ്രകാരം തന്നെ അടിസ്ഥാനപരമായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവിധമായ നന്മകളും നിങ്ങളുടെ മേൽ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമൂഹത്തിനും സഭയ്ക്കും നിങ്ങൾ കൊള്ളാകുന്നവരായി എന്നും പരിരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കുടുംബജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങളെ ഊന്നി വളരെ മനോഹരമായ ഒരു മെസ്സേജ് കർത്താവിനെ ദാസപ്പെടുത്തുമല്ലോ. പ്രത്യേകം നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. ഗായക സംഘം ഇപ്പോൾ ഒരു ഗാനത്തിന്റെ ഒരു സ്റ്റാൻസ അല്ലെങ്കിൽ
ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയെ ആശീർവദിക്കുമ്പോൾ സ്വർഗ്ഗത്തിലും ഭൂമിക്കും ഹല്ലേലൂയ സകല കുടുംബങ്ങൾക്കും പേരുവാൻ കാരണമായി തീർന്ന വലിയവനായ ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം ഈ ഒടുക്കത്തിൽ അയച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഭഭൂമിയിൽ ചെയ്യുന്നത് സ്വർഗം അംഗീകരിക്കുമെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇന്ന് വലിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിനായി തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ചേർന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി സ്തോത്ര യാഗങ്ങളാൽ മുഖരിതമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവത്തെ ശുശ്രൂഷിച്ച് ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ ആശീർവദിക്കുവാൻ വേണ്ടി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സി തോമസ് അവരെ ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. 12 മണിക്കാണ് ഈ ശുശ്രൂഷ അവസാനിക്കാനായിട്ട് ചിന്തിച്ചെങ്കിലും ഇപ്പോൾ തന്നെ സമയം 12 മണിയായിട്ടുണ്ട്. കാരണം എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ ഷിബു കെ മാത്യു ആരംഭത്തിൽ തന്നെ ഈ ഭവനങ്ങളെ പറ്റി നന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിൽ പുരുഷരായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സർവശക്തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രിയ പാപ്പച്ചായ മേഴ്സിമാമ സഹോദരൻ പ്രിയ ജോർജ് ഉണ്ണീസിന്റെ ജോസ് പ്രഭു, മേഴ്സിമാമ സഹോദരി സിസ്റ്റർ ലിലിക്കുട്ടി, ഹസ്ബൻഡ് തോമസ് മാത്യു തോമസ് ഞങ്ങൾ കുഞ്ഞു പ്രധാനമന്ത്രി അനുഗ്രഹിക്കുന്ന ഗായകനും ഗാനരചയിതാവും ഒക്കെയാണ് അദ്ദേഹം. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയ മിനു ദീപ ചാച്ചനകാരുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ഗ്ലോറിയ സിസ്റ്ററുടെ സഹോദരന്മാർ ഹൂസ്റ്റണിൽ കടന്നു വന്ന പ്രിയമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. Those who came from Houston, please praise the Lord and their family also. Okay, please be seated. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി സഹായിക്കട്ടെ. ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ നിന്ന് ധാരാളം പേര് വന്നിട്ടുണ്ട്. ദൈവദാസന്മാരോട് നിങ്ങൾ വരുവാനായിട്ട് ഇടയായി തന്നിട്ടുണ്ട്. എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മസ്കറ്റിൽ കടന്ന പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബന്ധുത്തായി സത്യജനമായി വിശേഷമായി കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവരുടെയും ദൈവത്തിൽ കൃപ ശക്തമായി കർത്താവ് പകരുവാനായിട്ട് ഇടയായി തീരട്ടെ. ജസ്റ്റിൻ, ഞാൻ ഏകദേശം 7 വർഷമായുള്ളൂ USA ദൈവത്തിൻ്റെ ദാസന്മാരെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. എനിക്ക് മുംബൈയിൽ നിന്നായ ദൈവദാസനെ ഒത്തിരി സ്നേഹിച്ചു. അദ്ദേഹം അവിടുന്ന് പോകാൻ നേരം അവർക്ക് മനസ്സിലായിരുന്നു അദ്ദേഹം പോകാനായിട്ട്. എന്നതുപോലെ ഞാൻ കടന്നു ചെന്നപ്പോൾ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് ആ പ്രിയ കുടുംബം. സർവശക്തനായ ധാരാളമായി സർക്കാരെ സഹായിക്കട്ടെ. വളരെ കമ്പ്യൂട്ടറിൽ വൈദഗ്ധ്യം പ്രാപിച്ചതായ ഒരു വിദഗ്ധനായ പ്രിയ ജസ്റ്റിൻ യൂണിവേഴ്സിറ്റി ഓഫ് ചാർട്ടർ ഗ്രാജുവേറ്റ് ചെയ്യുവാനും അതിനുശേഷം ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹമായി കംബോഡിയയിൽ ഇറ്റ്സ് നോട്ട് എ ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ഒരു 2 വർഷത്തേക്ക് കംബോഡിയയിൽ പോയി അവരുടെ സ്കൂളിൽ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ സാക്ഷിയായി തീരുകയും ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വർഷമായ അമേരിക്കയിലായിട്ടും അമേരിക്കൻ ലൈഫിൽ അവിടെയുള്ളതായ മറ്റ് കാര്യങ്ങളൊന്നും ഒഴുകാതെ ഒരു ഭക്തനായി തന്നെ ജീവിക്കുവാനും തന്നോടൊപ്പമുള്ളതായ കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി എടുക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പഠിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ചാർട്ടറുകാർ അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നതൊരു വലിയ കാര്യം തന്നെയാണ്. ആ പ്രയോജനത്തെ ഉദാഹരണമായി സഹായിക്കുന്നവരുടെ തക്ക ഒരു തുണയെ കൊടുത്തത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതിനെ എല്ലാവരും പ്രാർത്ഥിച്ചു തക്ക തുണയ്ക്ക് വേണ്ടി കർത്താവ് കൊടുത്തത് ദൈവത്തെ സ്തുതിക്കുന്നു. ടീനാണ് ഇവിടെ കർത്താവ് സമർപ്പിച്ചതുപോലെ കുറച്ച് നാളുകളെ പരിചയമേ ഞങ്ങൾക്കുള്ളൂ. 2 weeks ആ ഫാമിലി ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണെന്ന് ടീനയുടെ ഇടപാടുകളിൽ നിന്നും ടീനയുടെ മാതാപിതാക്കൾ സഹോദരൻ്റെ ഇടപാടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രൈസറോ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്ന ഒരു കാര്യങ്ങൾ പറയട്ടെ. അമേരിക്കയിലെ പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് ബോർഡ് ഓഫ് ട്രസ്റ്റീസിൻ്റെ മീറ്റിംഗിൽ എഴുന്നേറ്റ് പറഞ്ഞു അങ്ങനെ റിസൈൻ. മറ്റേ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എല്ലാം പ്രയാസപ്പെട്ടു. എന്താ കാര്യം പെട്ടെന്ന് എന്താണ് റീസൺ? അതേ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അവർക്ക് ഓർമ്മയില്ല എന്ന അസുഖം അത് വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് അവരെ ട്രീറ്റ് ചെയ്യണം, ശുശ്രൂഷിക്കണം, അതുകൊണ്ട് ജോലിയോടുകൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെ രാജിവെക്കാൻ പാടില്ല, ഈ പ്രസ്ഥാനത്തിന് കേടാ, യൂണിവേഴ്സിറ്റിക്ക് ദോഷമാണ്, അങ്ങനെ രാജിവെക്കാൻ പാടില്ല.
എന്നിട്ട് പറഞ്ഞു, അങ്ങയെ ആ സ്ത്രീക്ക് അറിയത്തു പോലുമില്ല, പിന്നെ എന്തിനാ രാജിവെക്കുന്നത്? അങ്ങയെ ഓർമ്മയില്ല, അങ്ങയുടെ പേര് ഓർമ്മയില്ല, എന്തിനു രാജിവെക്കണം? ഈ മനുഷ്യൻ പറഞ്ഞു, അവൾക്ക് എന്നെ അറിയത്തില്ലെങ്കിലും അവൾ എന്നെ ഓർക്കുന്നില്ലെങ്കിലും എനിക്ക് അവളെ അറിയാം, എനിക്ക് അവളെ ഓർമ്മയുണ്ടായി. 50 വർഷം മുമ്പേ ഞാൻ അവളുമായി ഒരു കമ്മിറ്റ്മെന്റ് ചെയ്തതാണ്. അതിൽ നിന്നും പുറകോട്ട് പോകാൻ എനിക്ക് കഴിയത്തില്ല. പ്രിയമുള്ളവരെ, മാരേജ് ഈസ് നോട്ട് എ ഫീലിംഗ്, ബട്ട് ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. വിവിധമായ അഡ്ജസ്റ്റ്മെന്റ്, തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് ആവശ്യമായിരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരൊക്കെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എവിടെ അറിയാമോ? അടുത്തിരിക്കുന്ന ആളുടെ ഡ്രസ്സിലാണ്. എത്ര നല്ല സാരിയാണ്, എത്ര കളറാണ്, ഏത് കളറാണ്, ഇതൊക്കെ അവരുടെ ഒരു ടേസ്റ്റാണ്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആണുങ്ങൾക്ക് പ്രശ്നമില്ല, ഏത് സൂട്ടായിട്ടൊക്കെ ആരും നോക്കി കാണത്തില്ല. ആണുങ്ങൾ അവരുടെ ബഡ്ജറ്റ് ആരോടും പറയാറില്ല, എത്ര സാലറി കിട്ടുന്നതെന്ന്. പെണ്ണുങ്ങൾ എത്ര വയസ്സായെന്ന് ആരോടും പറയാറില്ല, അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂയാണ്. കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞ് ഒരുങ്ങുമ്പോൾ അടുത്തൊരു കല്യാണം ടീനയ്ക്കും ജസ്റ്റിനും വരിക, ആരും കല്യാണത്തിന് ക്ഷണിച്ചാൽ ജസ്റ്റിൻ പെട്ടെന്ന് ഒരുങ്ങും. ടീന ഇച്ചിരി കൂടെ താമസമാണ് ഒരുങ്ങാനായിട്ട്. ടീനയെ നല്ല വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരും ഒരുങ്ങാൻ ഇച്ചിരി കൂടെ താമസമാണ്. അതിൽ പെട്ടെന്ന് വികാരത്താൽ ചോദിക്കാനുള്ളവരല്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ മുന്നോട്ട് പോയാലേ കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് വരികയുള്ളൂ. പ്രിയമുള്ളവരെ, ആത്മമണവാളനായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കാന്തിക മണവാട്ടിയെ ചേർക്കാൻ ഏറ്റവും വേഗം വരുന്ന സമയം ആസന്നമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗീയ മഹിമകളെ വെളിയിൽ താണ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ഭൂമിയിൽ ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ പൗരത്വം ഇന്ത്യയിലാകട്ടെ അമേരിക്കയിലാകട്ടെ, ദൈവത്തിന് വചനം പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സംഘത്തെ കരിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു പൊൻവലിലുണ്ട്. പ്രിയമുള്ളവരെ, അതിനായി നമ്മൾ ഇന്ന് പകൽക്കാലം ഒരുങ്ങണം. പ്രിയമുള്ളവരെ, യേശുള്ള ഒരു കുടുംബജീവിതം നയിപ്പാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെ കർത്താവ് സഹായിക്കട്ടെ. ഇതുവരെ യേശു കർത്താവ് നമ്മുടെ കുടുംബജീവിതത്തിൽ വന്നിട്ടില്ലായെങ്കിൽ, ഇതുവരെ യേശു കർത്താവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നിട്ടില്ലായെങ്കിൽ, ഇതുപോലെ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. യേശുവിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സ്വീകരിക്കൂ, സ്വാഗതം ചെയ്യൂ. അത് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാനായിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ഞാൻ പേര് വിളിക്കുമ്പോൾ പ്രിയമുള്ള സ്റ്റുഡൻറ്റിനെ വേണ്ടതിനും അമേരിക്കയിലെ ചാറ്റലറായി ടെന്നസിയിൽ 1316 ടിംബർ ക്രിസ്റ്റേനിൽ മിസ്റ്റർ യോഷുവ ക്രൂളുടെയും മിസ്സസ് സാറാമ ക്രൂളുടെയും മകൻ ജസ്റ്റിൻ ജോഷുവ. ഗുജറാത്തിൽ ഗാന്ധിനഗർ പ്ലോട്ട് നമ്പർ 386 സെക്ടർ നമ്പർ 29, മിസ്റ്റർ വർഗീസ് മാത്യുടി, സിസ്റ്റർ ഗ്ലോറിയ വർഗീസിന്റെ മകൾ ടീന വർഗീസ്. ഇവർ തമ്മിലുള്ളതായ വിവാഹം ഇന്ന് പകലുള്ള നടക്കുമ്പോൾ തികച്ചും പ്രാർത്ഥനയോടുകൂടെ ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി അയക്കുവാനായിട്ട് ഇത്തരത്തിൽ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണെന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യത്താൽ അലങ്കരിക്കപ്പെട്ടതുമാണെന്ന് വചന ശുശ്രൂഷയിൽ കൂടെ നമുക്ക് കേൾക്കുവാനായിട്ടിടയായിരുന്നല്ലോ. ആകയാൽ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ ചോദിക്കുന്നു, പ്രിയ ജസ്റ്റിനും സിസ്റ്റർ ടീനയും തമ്മിൽ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ ഒന്നിച്ചു പാർക്കുന്നതിന് തടസ്സമായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ചോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായി പ്രസ്താവിക്കാവുന്നതാണ്. അല്ല എങ്കിൽ ഇനിമേൽ ഈ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുകയാണ്. നിങ്ങളുടെ മൗനം ഈ ശുശ്രൂഷയ്ക്കുള്ള
അംഗീകാരമായി പരിഗണിച്ചുകൊണ്ട് ഞാൻ പ്രിയ ജസ്റ്റിനോട് ചോദിക്കുന്നു, മരിച്ചവർക്കും ജീവികൾക്കും ന്യായവിസ്താരം നടത്തുന്നവരും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചവരുമായ സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രിയ ജസ്റ്റിനോട് ചോദിക്കുന്നു, വിശുദ്ധ വിവാഹത്തിൽ എൻ്റെ പരദോഷത്തിന് ടീന എന്ന ഈ യുവതിയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ തടസ്സമായി എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? പ്രിയ ടീനയോട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന ജസ്റ്റ് എന്ന് പറയുന്ന യുവാവിനെ വിശുദ്ധ വിവാഹത്തിൽ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ തടസ്സമായി എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? പ്രീസലോ വീണ്ടും പ്രിയ ജസ്റ്റിനോട് ചോദിക്കുകയാണ്. പ്രീസലോ പ്രിയ ജസ്റ്റിൻ, എൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ജസ്റ്റിൻ്റെ സമ്മതമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രിയ ടീനയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണോ? പ്രീസലോ മഹത്താരുടെ വേർപാടുണ്ടാകുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും താഴ്ചയിലും ഉയർച്ചയിലും ദൈവം ദൃഷ്ടി വരുന്ന മറ്റേതൊരു സാഹചര്യത്തിലും അവളോട് ചേർന്ന് സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് ഒരു ഉത്തമ ഭർത്താവിൻ്റെ കർത്തവ്യം ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്തുകൊള്ളുവാൻ നിനക്ക് സമ്മതമാണോ? പ്രിയനോട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന ജസ്റ്റ് എന്ന യുവാവിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? മരണത്താലും വേർപാടുണ്ടാകുന്നവരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും താഴ്ചയിലും ഉയർച്ചയിലും ദൈവം ടീനയ്ക്ക് നൽകുന്ന ജസ്റ്റിനോട് നൽകുന്ന മറ്റേതൊരു സാഹചര്യത്തിലും അദ്ദേഹത്തോട് ചേർന്ന് സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് ഒരു ഉത്തമ ഭാര്യയുടെ കർത്തവ്യം ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവവചന പ്രകാരം ചെയ്തുകൊള്ളാൻ നീ സമ്മതിക്കുന്നു. പ്രീസലോ ദൈവത്തിൻ്റെ സഭ അത് അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന പൊതുസഭ അവരുടെ അംഗീകാരം അറിയിച്ചു.